അങ്ങനെ ഇതാ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം മെറ്റലിട്ടിക്കണ് കേട്ടോ. മെറ്റലിട്ട ഭാഗത്ത് ഷീറ്റ് ഇട്ടിക്കണ്. അപ്പോൾ ഒരു സൈഡിലായിട്ട് കുറച്ച് ഭാഗവും ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു പകുതി ഭാഗം കഴിഞ്ഞാണ്ട് മെറ്റലിട്ടിക്കണ് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് ചെറിയൊരു ചെയറും ഉണ്ട്. അങ്ങനെ ഇത്രയും ഭാഗം മെറ്റലിട്ടിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിക്കണം കേട്ടോ. അതിൻ്റെ മെറ്റലിൽ വല്ല കച്ചറ അങ്ങോട്ട് കൂടുതലായിട്ട് ഉണ്ടാവില്ല കേട്ടോ മെറ്റലിൽ. എന്നാലും ഇപ്പം നല്ല കാറ്റല്ലേ, അതുകൊണ്ട് ഏളയും പൂക്കലുകളൊക്കെ അങ്ങ് വീണിട്ട് ഇങ്ങനെ ഒരുപാട് കച്ചറ വീകലുണ്ട്. പിന്നെ ഒന്ന് തേങ്ങ ഇട്ടപ്പോൾ അതിൻ്റെതായ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ തെങ്ങൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നാലും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ അതിലെല്ലാം കൂടെ അങ്ങനെ അങ്ങോട്ട് നമുക്ക് പെറുക്കിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ പെറുക്കിയെടുക്കലുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതൊരു വൃത്തിയാവും ചെയ്യും, കാണുമ്പോൾ നമുക്കൊരു സമാധാനമാവും ചെയ്യും കേട്ടോ. അങ്ങനെതാ പിന്നെതാ ഒരു സൈഡിലായിട്ട് കുറച്ച് എൻ്റെ കൃഷിത്തോട്ടം ഉണ്ട് കേട്ടോ. കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ 2-3 തയ്യാൾ ഇവിടെ കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിലിതാ കാര്യമായിട്ട് നമ്മുടെ കർമ്മൂസ തൈ അത്യാവശ്യം തിരക്കടില്ലാതെ വലിപ്പം വെച്ചിട്ടുണ്ട്. അതിന് 2 കായും ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്നും കൂടി സെറ്റായിട്ട് വേണം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ചായിട്ട് മുളക് തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അതാ അതിലൊരു മുളക് തൈ നല്ല മൂത്തുക്കണം, ചുവപ്പ് കളറായിരിക്കണം. അത് നമുക്ക് വിത്ത് പാകണം. പിന്നെ അതാ ഇവിടെ റംബൂട്ടൻ്റെ തൈയുണ്ട്, പിന്നെ ചാമ്പക്കൻ്റെ തൈയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കരിയപ്പൻ്റെ തൈയുണ്ട്. ഇതിൻ്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കരിയപ്പം വരെ അത്യാവശ്യം നല്ല തിരക്കടില്ല കേട്ടോ. ഏകദേശം 2 വർഷമായിക്കണ്. അത് നുള്ളി ഈ പരുവായി എന്നുള്ളൂ കേട്ടോ. ഈ ഭാഗത്താണ് തിരുമണ കല്ലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുറ്റത്തുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം ലോങ് വീഡിയോ ഒന്നും ഇടാലില്ല കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ എങ്ങനെ ഇടുന്നുള്ളൂ. എന്നാലും മാഷാ അല്ലാഹ് 700ഓളം സബ്സ്ക്രൈബ് ആയിക്കണേ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോകൾ കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ കുഞ്ഞു ചാനലാണ്, അങ്ങോട്ട് ഉയർന്നു വരട്ടേന്നേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ കൂടുതൽ വീഡിയോ ഞാൻ ഇട്ടോളാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതിൻ്റെ മോളെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരെ നോക്കിയാൽ മെയിൻ റോഡ് കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളെ വഴി കേട്ടോ. 3 വഴിയാണ്. ഞങ്ങൾ മുറ്റത്തുനിന്ന് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡ് കാണാം. കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട്